ഈ വിശുദ്ധ മുഹറം മാസത്തിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങാൻ, അദ്ദേഹം നിങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട അതിശക്തമായ ഒരു കാര്യമുണ്ട്. എൻ്റെ ഭർത്താവിന് എന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ല, എപ്പോഴും ഫോണിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എന്ന് വിഷമിക്കുന്ന ഭാര്യമാരാണോ നിങ്ങൾ? എങ്കിൽ ഈ പുണ്യമാസത്തിൽ നിങ്ങളൊരു പ്രത്യേക ദുആ പതിവാക്കണം. അത് വെറുതെ ചൊല്ലിയാൽ പോരാട്ടോ, അത് ചൊല്ലേണ്ട കൃത്യമായ ഒരു സമയവും എണ്ണവുമുണ്ട്. അത് കൃത്യമായി ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റൊരു സ്ത്രീയും ഉണ്ടാകില്ല. സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് പോലുള്ള തെറ്റായ മന്ത്രവാദങ്ങളല്ല, ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ വഴിയാണിത്. ആ ദുആ ഇതാണ് കേട്ടോ. അത് എപ്പോൾ എങ്ങനെ ചൊല്ലണമെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഭർത്താക്കന്മാർ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ നമ്മൾ വരുത്തുന്ന ചില വലിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പല സഹോദരിമാരും പരാതി പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പോൾ ഒന്നിനും സമയമില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ നമ്മൾ ആദ്യം തിരുത്തണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന രീതിയാണ്. പുറത്തെ ടെൻഷനും ദേഷ്യവും ഒക്കെയായി വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് സമാധാനമാണ് ആവശ്യം. പക്ഷേ നമ്മൾ കയറി വരുമ്പോൾ തന്നെ പരാതികളും കുറ്റപ്പെടുത്തലുകളും വഴക്കും തുടങ്ങിയാൽ അവർ വീട്ടിൽ നിൽക്കാൻ മടിക്കും. പിന്നെ അവർ സമാധാനം തേടി ഫോണിലേക്കോ മറ്റു വഴികളിലേക്കോ തിരിയും. അതുകൊണ്ട് ഭർത്താവ് വരുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ഒരുങ്ങി നല്ലൊരു പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ ഭാര്യമാർക്ക് സാധിക്കണം. ഒരു പുഞ്ചിരി പോലും ഇസ്ലാമിൽ സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. ഒരു സ്ത്രീ 5 വഖത്ത് നിസ്കരിക്കുകയും അവളുടെ മാനത്തെ കാത്തു സൂക്ഷിക്കുകയും തൻ്റെ ഭർത്താവിനെ അനുസരിച്ച് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്താൽ അവളോട് പരലോകത്ത് പറയപ്പെടും, നിനക്കിഷ്ടമുള്ള സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ നീ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന്. ഒരു പുരുഷന് തൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട ബഹുമാനവും സ്നേഹവും വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് പലരും പരസ്ത്രീ ബന്ധങ്ങളിലേക്ക് പോകുന്നത്. ഭർത്താവിനെ സ്നേഹത്തോടെ പരിചരിക്കുന്നതും ഒരു വലിയ ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അനാവശ്യമായി ഭർത്താവിനെ സംശയിച്ച് ചോദ്യം ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഇന്നത്തോടെ നിർത്തണം. അത് അവരെ നമ്മളിൽ നിന്ന് കൂടുതൽ അകറ്റുകയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ തിരുത്തിയാൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് ഇരക്കുക എന്നതാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. വിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അള്ളാഹിൻ്റെ മാസമായ മുഹറത്തിൽ പ്രാർത്ഥനകൾക്ക് വലിയ ഉത്തരം ലഭിക്കും. പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഭാര്യമാർ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് തട്ടിക്കളയില്ല കേട്ടോ. ഇനി നമ്മൾ കാത്തിരുന്ന ആ പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം. ഭർത്താവിൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് മാത്രം സ്നേഹം നിറയാൻ, അദ്ദേഹം തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കാൻ ഈ മുഹറം മാസത്തിൽ ഓരോ നിസ്കാര ശേഷവും നിങ്ങൾ ചൊല്ലേണ്ട ആ ശക്തമായ ഖുർആനിക ദുആ ഏതാണെന്ന് നമുക്ക് നോക്കാം. സൂറത്തുൽ ഫുർഖാനിലെ 74-ാം ആയത്താണ് നിങ്ങൾ ഇതിനായി ഓതേണ്ടത്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുന്നവരെ നൽകണമേ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നവരെ പ്രദാനം ചെയ്യണമേ. ഇത് ചൊല്ലേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുഹറം മാസത്തിൽ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും കൈകൾ ഉയർത്തി എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് എന്നിലേക്ക് മാത്രമാകണേ അല്ലാ എന്ന് നിയ്യത്ത് ചെയ്ത് 3 തവണ ഇത് ചൊല്ലുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തിരുനാമമായ യാ വദൂദ്, ഏറ്റവും സ്നേഹമുള്ളവനെ എന്നത് ദിവസവും 100 തവണ എണ്ണിച്ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുക.
ഇൻഷാ അല്ലാ ഭർത്താവിൻ്റെ മനസ്സിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാ സഹോദരിമാർക്കും നല്ലൊരു കുടുംബജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.